ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം സത്യോപനിഷത്ത് 4. സ്വതന്ത്രേച്ഛയും ഈശ്വരേച്ഛയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇത്തരം സംശയങ്ങൾക്ക് ഹേതു അഹന്തയും അജ്ഞതയുമാണ്. ശരീരവുമായിട്ടുള്ള താതാത്മ്യം മൂലം നിങ്ങൾക്ക് യാഥാർത്ഥ്യം അറിയുവാൻ കഴിയുന്നില്ല. സത്യത്തിൽ നിങ്ങൾ സ്വന്തം ഇന്ദ്രിയങ്ങൾക്ക് അടിമയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വതന്ത്രരല്ല. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് സ്വതന്ത്രേച്ഛ ഉണ്ടാവുക? പക്ഷെ ഈശ്വരൻ എല്ലാറ്റിന്റെയും യജമാനൻ. അവിടുന്ന് സകലത്തിനും മീതെയാണ്. ആരുമായും ഒന്നുമായും അവിടുന്ന് ബന്ധിതനല്ല. അതുകൊണ്ട് സർവസ്വതന്ത്രൻ. ഈശ്വരന് മാത്രമാണ് സ്വതന്ത്രേച്ഛ അല്ലെങ്കിൽ ഈശ്വരേച്ഛയുള്ളത്. ചിലർ ഇങ്ങനെ ചിന്തിക്കുന്നത് കാണാം: ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ളത് തീരുമാനിക്കാനും കഴിയും. ഇന്ന് ഈ നിശ്ചയം ഒരു കാര്യത്തിലാണെങ്കിൽ നാളെ മറ്റൊരു കാര്യത്തിലായിരിക്കും. പക്ഷേ ഈശ്വരേച്ഛ ഒരിക്കലും മാറുന്നില്ല. സ്വതന്ത്രേച്ഛ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ വിജയിക്കാം, പരാജയപ്പെടാം, നഷ്ടമുണ്ടാകാം. വിജയിച്ചാൽ അഹങ്കാരം തലവെക്കും, പരാജയപ്പെട്ടാൽ നിരാശയായി. പക്ഷേ ദിവ്യേച്ഛ അതെല്ലാം മറികടക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുമാത്രം: ഈശ്വരേച്ഛയ്ക്ക് മുന്നിൽ കീഴടങ്ങുക. അതിനർത്ഥം ഇതാണ്: ജീവിതത്തിൽ എന്തു തന്നെ സംഭവിക്കട്ടെ, നന്മയാവട്ടെ തിന്മയാവട്ടെ, അതെല്ലാം ഒടുവിൽ എൻ്റെ നന്മയ്ക്കാണെന്ന വിചാരത്തോടെ സന്തോഷപൂർവ്വം അവയെ സ്വീകരിക്കുക. ഈശ്വരൻ നൽകിയ സമ്മാനമായി അവ കരുതുക. ഇതാണ് യഥാർത്ഥ ജ്ഞാനം, ഭക്തി. സത്യത്തിൽ നിങ്ങൾക്ക് നല്ലത് എന്തെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷെ ഈശ്വരനറിയാം. എപ്പോൾ, എന്തുകൊണ്ട്, എന്ത്, എത്ര, ആർക്ക് എന്നിങ്ങനെ ഓരോരുത്തരെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഈശ്വരനറിയാം. സംഭവിക്കുന്നതെല്ലാം ഈശ്വരേച്ഛയ്ക്ക് വിധേയമായിട്ടാണ്. ഇക്കാര്യം മനസ്സിലാക്കിയാൽ നിങ്ങൾ ഒരിക്കലും നിരാശ, അഹന്ത, അമിതാഹ്ലാദം, വിഷാദം എന്നിവയ്ക്ക് ഇരയാകില്ല. കാരണം നിങ്ങൾ ഈശ്വരേച്ഛയ്ക്ക് കീഴടങ്ങിയിരിക്കുന്നു. ഈശ്വരേച്ഛ മനസാക്ഷിയുടെ വേഷം പൂണ്ട് നിങ്ങളുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അതാണ് ആന്തരികമായ ശബ്ദം. പക്ഷെ നിങ്ങളത് അവഗണിക്കുന്നു. മനസാക്ഷിയുടെ സന്ദേശത്തിനോ അപേക്ഷയ്ക്കോ ശ്രദ്ധ കൊടുക്കുന്നില്ല. അങ്ങനെ ക്ലേശങ്ങളിൽ പെടുന്നു. മനസ്സിനെ അകത്തേക്ക് തിരിച്ച് അടിസ്ഥാന തത്വങ്ങളിൽ ബുദ്ധിയെ നിർത്തി ഇന്ദ്രിയങ്ങളെ നിയന്ത്രണത്തിന് കീഴിലാക്കി നിൽക്കുമ്പോൾ മനസാക്ഷിയുടെ ശബ്ദം, അതായത് ഈശ്വരന്റെ ശബ്ദം, നിങ്ങൾക്ക് വ്യക്തമായി കേൾക്കാം. ദിവ്യേച്ഛ ഈശ്വരന്റെ മാസ്റ്റർ പ്ലാനാണ്. സ്വാമിയുടെ പ്രഭാഷണം പലപ്പോഴും ആവർത്തനമുള്ളതായി തോന്നുന്നു. അജ്ഞതയിൽ നിന്നും ഉണർന്ന ചോദ്യമാണത്. ഇങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല, പ്രത്യേകിച്ച് ആധ്യാത്മിക പാതയിൽ. എല്ലാ മതങ്ങൾക്കും ഒരു ആധ്യാത്മിക ഗ്രന്ഥമുണ്ട്: ബൈബിൾ, ഖുറാൻ എന്നിങ്ങനെ. ഈ പുണ്യഗ്രന്ഥങ്ങൾ അനുയായികൾ നിത്യവും വായിക്കുന്നു. ഭഗവത്ഗീത, രാമായണത്തിലെ സുന്ദരകാന്ഡം എന്നിവ ധാരാളം പേർ സാധനയായി വായിക്കുന്നതാണ്. പുണ്യഗ്രന്ഥങ്ങൾ കർത്തവ്യത്തെ, ഉത്തരവാദിത്വത്തെ, ലക്ഷ്യത്തെ ഓർമ്മിപ്പിക്കുന്നു. പവിത്രമായ വഴിയിലൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ആധ്യാത്മിക സാധകർക്കും അന്വേഷകർക്കും പുണ്യഗ്രന്ഥങ്ങൾ ജ്ഞാനദീപമാണ്. അതിൽ ഒരേ ഉപദേശം കേൾക്കുന്നതായി നിങ്ങൾക്ക് തോന്നുന്നു. പക്ഷെ അതിൽ ഒന്നെങ്കിലും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, പരിശീലിച്ചിട്ടുണ്ടോ? ആധ്യാത്മിക കാര്യങ്ങളെല്ലാം അനുഭവം വരും വരെ ആവർത്തിക്കേണ്ടതാണ്. വേദങ്ങൾ, ഉപനിഷത്തുക്കൾ, ഭഗവത്ഗീത തുടങ്ങിയ പുണ്യഗ്രന്ഥങ്ങൾ ആവർത്തിച്ച് ഉറപ്പിച്ച് ഭക്തി, കർമ്മം, വൈരാഗ്യം എന്നിവയെക്കുറിച്ച് പറയുന്നു. ദേഹമാതാവാകട്ടെ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നിങ്ങനെയുള്ള വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ് കുട്ടിയെ പറയാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുകൊണ്ട് ഈ സായി ലോകമാത അടിസ്ഥാന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു തരികയാണ്. നിങ്ങൾ ഒരേ വസ്ത്രം മിക്കവാറും ധരിക്കുന്നു, എന്നും ഭക്ഷണം കഴിക്കുന്നു, എന്നും കുളിക്കുന്നു, ദിനത്തിൽ പലവട്ടം കാപ്പി കുടിക്കുന്നു. ഇത്രയും കാലം ആവർത്തിച്ചിട്ടും മടുക്കുന്നില്ല. അതുതന്നെ തുടരുന്നു. എന്നിട്ടും ബോറടിക്കുന്നില്ല, നിരാശനാവുന്നില്ല. ആധ്യാത്മികതയെക്കുറിച്ചും ഒരിക്കലും മടുപ്പുണ്ടാവരുത്. ആധ്യാത്മിക കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഉറക്കമോ തലവേദനയോ വരുന്നവരുടെ കാര്യം മഹാകഷ്ടം. പക്ഷേ വിടുവാക്കുകൾ പറയുമ്പോൾ അതീവ ശ്രദ്ധയോടെ, താല്പര്യത്തോടെ, ഒരു വാക്കുപോലും നഷ്ടപ്പെടുത്താതെ ഇക്കൂട്ടർ കേൾക്കുന്നു. അത്തരം ആളുകൾ ശ്രദ്ധിക്കുക. അവർ എന്തൊക്കെ സാധന ചെയ്താലും അതൊക്കെ പാഴ്വേല. നിലാവ് കാത്തിരുന്ന് ചകോരം എടുത്തേക്കാം, പാടി പാടി കുയിൽ തളർന്നേക്കാം, അമൃതം കഴിക്കുന്നതിൽ മടുപ്പ് തോന്നിയേക്കാം. പക്ഷെ ഈശ്വര കാര്യങ്ങളിൽ ഒരിക്കലും മടുപ്പോ ക്ഷീണമോ അതൃപ്തിയോ തോന്നരുത്. ഇത് ഭക്തനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരാൾ രണ്ടാമത്തെ മകളുടെ വിവാഹവേളയിൽ പുരോഹിതനോട് ചോദിച്ചു: എന്താണ്, എൻ്റെ മൂത്ത മകളുടെ വിവാഹാവസരത്തിൽ ജപിച്ച അതേ മന്ത്രം തന്നെയാണല്ലോ നിങ്ങൾ എപ്പോഴും ജപിക്കുന്നത്? ഇതുവരെയായിട്ട് മന്ത്രം മാറ്റാറായില്ലേ?
മന്ത്രം പുതിയതായി ഉണ്ടാക്കാനാവുമോ? ഭഗവത്ഗീതയിൽ പണ്ഡിതനായ ഒരാൾ ഉണ്ടായിരുന്നു. ഗൃഹത്തിൽ വലിയ ദാരിദ്ര്യം. കൊട്ടാരത്തിൽ ചെന്ന് പ്രഭാഷണം നടത്താൻ പണ്ഡിതൻ നിശ്ചയിച്ചു. രാജാവ് ധാരാളം ധനം നൽകുമെന്നായിരുന്നു പ്രതീക്ഷ. രാജാവും ഗീതാ പണ്ഡിതനായിരുന്നു. മാത്രമല്ല അതിന് സത്യങ്ങൾ അനുഭവിച്ച ആളുമായിരുന്നു. ഇക്കാര്യം പക്ഷേ ആർക്കും അറിഞ്ഞുകൂടാ. പണ്ഡിതൻ കൊട്ടാരത്തിലെത്തി. തന്റെ ആഗ്രഹം മന്ത്രി വഴി രാജാവിനെ അറിയിച്ചു. രാജാവ് പണ്ഡിതനായി സന്ദേശം കൊടുത്തയച്ചു. അങ്ങ് ഇനിയും ഗീതാസാരം അറിയേണ്ടിയിരിക്കുന്നു. പഠിച്ചിട്ട് വരിക. 15 നാൾ കഴിഞ്ഞ് പണ്ഡിതൻ വീണ്ടും എത്തി. ഗീതയുടെ ആഴങ്ങളിലേക്ക് ഇനിയും പോകുക എന്നായിരുന്നു രാജാവിന്റെ കൽപ്പന. നിരാശനായി പണ്ഡിതൻ വീട്ടിലേക്ക് മടങ്ങി. വിഷാദമഗ്നനായിരിക്കുന്ന ഭർത്താവിനോട് ഭാര്യ കാര്യം തിരക്കി. പണ്ഡിതൻ പറഞ്ഞു, നിനക്കറിയാമല്ലോ ഞാൻ ഗീതയിൽ പണ്ഡിതനാണെന്ന്. പക്ഷേ ജീവിതത്തിൽ ആദ്യമായി ഞാൻ അപമാനിക്കപ്പെട്ടു. രാജാവ് ഗീതാ വ്യാഖ്യാനം നടത്താൻ എനിക്ക് അനുവാദം തന്നില്ല. ഞാൻ ഇനിയും ഗീത പഠിക്കേണ്ടിയിരിക്കുന്നുവെന്നും പറഞ്ഞു. ഭാര്യ പറഞ്ഞു, രാജാവ് പറഞ്ഞത് സത്യമെന്ന് എനിക്കും തോന്നുന്നു. ഇത് കേട്ട് പണ്ഡിതൻ കോപാകുലനായി. അയാൾ ആക്രോശിച്ചു, എന്തൊരു ബുദ്ധിശൂന്യത! എനിക്ക് ഗീത അറിയില്ലെന്നോ? ഭാര്യ വിനയത്തോടെ പറഞ്ഞു, വർഷങ്ങളായി അങ്ങയുടെ പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. യോഗക്ഷേമം വഹാമ്യഹം. എന്നെ സദാ ആശ്രയിക്കുന്ന ഭക്തന്റെ സർവ്വകാര്യങ്ങളും ഞാൻ നോക്കിക്കൊള്ളാമെന്ന് ഭഗവാൻ ഉറപ്പു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ദുഃഖിക്കേണ്ട, നിനക്ക് ഞാൻ മോക്ഷം നൽകാമെന്നും അരുളിയിട്ടുണ്ട്. എന്നിട്ടും ഈശ്വരനെ ആശ്രയിക്കുന്നതിന് പകരം അങ്ങ് എന്തിന് രാജാവിനെ ആശ്രയിച്ചു? ഭഗവാൻ വാക്കുപാലിക്കില്ലേ? അതാണ് അങ്ങേക്ക് ഗീതാസാരം പിടികിട്ടിയില്ലെന്ന് രാജാവ് പറഞ്ഞത്. ഗീത വളരെ നന്നായി വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ പറയുന്നതിൽ അവർക്ക് തന്നെ വിശ്വാസമില്ല. പഠിച്ച പ്രസംഗിച്ച ഏതെങ്കിലും ഒന്നോ രണ്ടോ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക. ഓം തത്സത്ത്.